Hi, welcome to the first chapter of 10th Standard English Reader. The first chapter, The Adventures in a Banyan Tree, written by Ruskin Bond. The famous Indian writer in English of Anglo-Indian origin, Ruskin Bond. He was born on 19th May 1934. His father was a soldier and mother was an Anglo-Indian. So he is a man of British descent. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരൻ ഇംഗ്ലീഷ് പൗരത്വം അല്ലെങ്കിൽ ഭാഗികമായി ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ആളുകളിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയാണ് ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും കുട്ടിക്കാലത്ത് റസ്കിൻ ബോണ്ട് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളിലും വരുന്ന പ്രദേശമാണ് ഡെഹ്റ എന്ന് പറയുന്ന ആ പ്രദേശം. ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഡെഹ്റ എന്ന് പറയുന്ന ആ പ്രദേശമുള്ളത്. ഹിമാലയത്തിൻ്റെ ഫുട് ഹിൽസ് താഴ്വാരങ്ങളിൽ ചേർന്ന ഒരു മനോഹരമായ പ്രദേശമാണ് ഡെഹ്റ. ആ ഡെഹ്റയിലെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവുമൊക്കെയാണ് ഈ പറയുന്ന ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ബനിയൻ ട്രീ, ഒരു ആൽമരവും ആ ആൽമരത്തിലെ കുറേ അന്തേവാസികളും ആൽമരത്തിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളുമാണ് നമ്മോടൊപ്പം ഈ കഥാകൃത്ത് ഇവിടെ ഇതിൽ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, യൂണിറ്റ് 1-ൽ അടങ്ങിയിരിക്കുന്നത് 2 പ്രോസും ഒരു പോമാണ്. അതിൽ ഒന്നാമത്തതാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഈ മൊത്തം യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആ കുട്ടിക്കാലം മനോഹരമായിട്ട് ഇവിടെ വിവരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദി ഫസ്റ്റ് ലെസൺ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റസ്കിൻ ബോണ്ട് എഴുതിയ വളരെ രസകരമായ ഒരു ചെറുകഥയാണിത്. ഒരു കുട്ടിയും അവൻ്റെ ഗ്രാമത്തിലെ മുത്തശ്ശൻ്റെ വീട്ടിലുള്ള അവൻ്റെ ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ പങ്കുവയ്ക്കുന്നത്. ഏതൊരാൾക്കും കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായിരിക്കും. ഇവിടെ ആ ബനിയൻ ട്രീ പേരാലും ആ പേരാൽ മരത്തിൽ അവൻ കാണുന്ന കാഴ്ചകളും അതിന് ചുറ്റുപാടുമായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ രസകരമായി കോർത്തിണക്കിയ ഒരു ഭാഗമാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arcs, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. ഇവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് വീടും ആ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആ വീട്ടിൽ അവൻ്റെ സ്വന്തമായിരുന്നിട്ടുള്ള ആ ബാനിയൻ ട്രീയും അതെങ്ങനെയാണ് അവൻ്റെ സ്വന്തമായതെന്നൊക്കെയാണ്. നോക്കാം. Though the house and grounds of our home in India were grandfather's domain, ഇന്ത്യയിലുള്ള ആ സ്ഥലവും ആ വീടും ആ പരിസരവുമെല്ലാം മുത്തച്ഛൻ്റെതാണെങ്കിൽ കൂടിയും ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ, അവിടെ കാണുന്ന മനോഹരമായിട്ടുള്ള ആ പേരാൽ, ബനിയൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാലാണ്, ദാറ്റ് വാസ് മൈൻ, അത് എൻ്റേതായിരുന്നു. ചീപ്ലി ബിക്കോസ്, പ്രത്യേകമായിട്ട് കാരണം പറയുന്നുണ്ട്. എന്താണത്? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. മുത്തശ്ശന് ഏതാണ്ട് 65 പ്രായമായിട്ടുണ്ട്. ഈ 65 വയസ്സ് പ്രായമായ മുത്തശ്ശൻ ആ മരം കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ മുത്തശ്ശൻ അവിടേക്കൊന്നും വരാറില്ല.
അപ്പോൾ അത് ആരുടേതാണ്? മിക്കവാറും ആ മരത്തിലും അതിന് ചുറ്റുവട്ടത്തുമായി കളിക്കുന്നത് നമ്മുടെ ഓദർ തന്നെയാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. മുത്തശ്ശൻ്റെ ഈ വൈകല്യത്തെ, അതായത് മരം കയറാൻ കഴിയാത്ത അവസ്ഥയെ സ്ഥിരമായി നമ്മുടെ മുത്തശ്ശിൻ്റെയും കളിയാക്കും. ടീസ് മീൻസ് ടീസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഫൺ ഓഫ്, കളിയാക്കുക. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുക? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. അത് ഇംഗ്ലീഷിലൊരു പദപ്രയോഗമാണെന്ത്? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പറയുന്നത് കാതറിൻ ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആര്? ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്നത്. ആൻ ഇംഗ്ലീഷ് വുമൺ. അവർ ഹു ലീവ്ഡ് ടു ദ ഏജ് ഓഫ് 117. ഏതാണ്ട് 117 വയസ്സ് വരെ അവർ ജീവിച്ചു എന്ന് പറയുന്നു. പിന്നെ എന്താണ് അവർക്ക് പറ്റിയത്? വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ. പക്ഷെ ഒരു പക്ഷെ അതിനേക്കാൾ കാലം അവർ ജീവിച്ചേനെ. എങ്ങനെയാണെങ്കിൽ ഇഫ് ഷീ ഹാഡിൻ ഫോളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ ഒരു ആപ്പിൾ മരത്തിൽ കയറുന്ന സമയത്ത് താഴെ വീണ് മരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇനിയും വളരെ കാലം അവർ ജീവിച്ചേനെ. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arcs, give me endless pleasure. The spreading branches of the banyan tree. ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ബനിയൻ ട്രീയുടെ ഓരോ ശാഖകളും, the branches, boughs of the banyan tree, which curved to the ground. അതെന്ത് ചെയ്തിരിക്കുകയാണ്? ആ മരത്തിൽ നിന്നും മണ്ണിലേക്ക് കേർവ് ചെയ്തിരിക്കുകയാണ്, കുത്തി നിൽക്കുകയാണ്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. വീണ്ടും അവിടെ എന്ത് ചെയ്യത്? വീണ്ടും പുതിയ വേരുകൾ ഉണ്ടായി വരും. ഫോമിങ് എ മെയ്സ് ഓഫ് ആർക്സ്. എന്നിട്ട് എന്ത് ചെയ്തത്? ഒരു കൂട്ടമായിട്ട് ഓരോ ആർച്ച് പോലെ കമാനങ്ങളായ രീതിയിൽ എന്ത് ചെയ്തത്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കുത്തി കുത്തി അങ്ങനെ നിൽക്കും. ദാറ്റ് ഗേവ് മീ എൻലെസ് പ്ലഷർ. ആ കാഴ്ച, ആ മനോഹരമായിട്ടുള്ള, നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് വേരുകൾ എന്ത് ചെയ്യും? താഴോട്ടിറങ്ങി നിൽക്കുന്ന ആ കാഴ്ച അതെനിക്ക് അനന്തമായിട്ടുള്ള എൻലെസ് പ്ലഷർ, സന്തോഷം നൽകിയിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ മരമുണ്ടല്ലോ അത് ഒരു പക്ഷേ എൻ്റെ വീടിനേക്കാൾ പ്രായമുണ്ടാവും. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. ഒരു പക്ഷേ മുത്തശ്ശനേക്കാളും പ്രായമുണ്ടാവും. ആസ് ഓൾഡ് ദ ടൗൺ ഓഫ് ഡെഹ്റ. ഡെഹ്റ എന്ന് പറയുന്ന ആ പട്ടണത്തോളം പ്രായം ഒരു പക്ഷേ അതിനുണ്ടായേക്കാം. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ്. ദാറ്റ് ഇസ് നെസ്ലിംഗ് ഇൻ എ വാലി. അത് എവിടെയാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്? ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴെയായിട്ട്, ആ ഹിമാലയ സാനുക്കളുടെ താഴ്വാരത്തിലായിട്ട്, ദ ഫൂട്ട് ഓഫ് അറ്റ് ദ വാലി ഓഫ് ഹിമാലയാസ്. നമ്മുടെ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലാണ് ആ ഡെഹ്റ എന്ന് പറയുന്ന പട്ടണവും ഞാൻ പറയുന്ന ഈ ആൽമരവുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് and familiar was a small grey squirrel. Arcing his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. So, the second paragraph. My first friend and familiar was a small grey squirrel. So, grandmother's and grandfather's presence in my home. I had many other friends. Who are they? My first friend and familiar was a small grey squirrel. അവിടെ എനിക്ക് ആദ്യമായി കിട്ടിയ പരിചയക്കാരനും എൻ്റെ സുഹൃത്തുമെന്ന് പറയുന്നത് ആരായിരുന്നു? ഒരു അണ്ണാനാണ്. എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എങ്ങനെയാണ് അവൻ എന്നോട് പെരുമാറിയിരുന്നത്? ആക്കിങ് ഹിസ് ബാക്ക്. ഹി വാസ് ആച്ചിങ് ഹിസ് ബാക്ക്. അവൻ വളഞ്ഞു നിൽക്കും, പിറകുവശം വളഞ്ഞുകൊണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അണ്ണാറ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് വായുവിലേക്ക്, അതായത് വാലും കുത്തി നിന്നിട്ട് കൈയൊക്കെ പൊക്കി എങ്ങനെ നിന്നിട്ട് സ്നിഫിങ്. അവൻ എന്ത് ചെയ്യും? ചെറുതായിട്ട് ആ ശ്വാസം എടുത്തുകൊണ്ട് ഊതുന്നത് പോലെയൊക്കെ തോന്നും. ഹി സീംഡ് അറ്റ് ഫസ്റ്റ്. അവൻ്റെ ആദ്യത്തിലൊക്കെ എനിക്ക് എന്ത് തോന്നി? സീംഡ് മീൻസ് ഫെൽറ്റ്. എനിക്ക് തോന്നിയത് എന്താണ്? അറ്റ് ഫസ്റ്റ് റിസെൻറ്റ് മൈ ഇൻവേഷൻ. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് മൈ ഇൻവേഷൻ. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മൈ ഇൻവേഷൻ. അവൻ എൻ്റെ ആ കടന്നുകയറ്റത്തിൽ, ഇൻവേഷൻ എതിലേക്കുള്ള കടന്നുകയറ്റത്തിൽ, ഓഫ് ഹിസ് പ്രൈവസി,
അവൻ്റെ സ്വകാര്യതയിലേക്ക്, അതായത് ആ ആൽമരവും അല്ലെങ്കിൽ ആ പ്രദേശമൊക്കെ ആ അണ്ണാർ കുഞ്ഞ് എന്താണ് തൻ്റേതായിട്ട് കൊണ്ടു നടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ ചെന്നത് അവൻ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പിൾ, പിന്നീട് എന്താണ് അവൻ മനസ്സിലാക്കിയത്, ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, ദർ വാസ് നോ ആംസ്, വെപ്പൺസ്, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പിൾട്ട് ഓർ എയർ ഗൺ, എൻ്റെ കയ്യിൽ ഇവയെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തെറ്റാലിയോ അല്ലെങ്കിൽ എന്താണ് ചെറിയ തോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ, ഹി ബിക്കെയിം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാളായിട്ട് അവൻ മാറി. ആൻഡ് കൂടാതെ വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഞാൻ പിന്നീട് അവിടേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉപേക്ഷിക്കുമായിരുന്നു എന്ത്, ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്, എന്താണ് അവിടെ കേക്ക്സും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കും അവന്. ഹി ഗ്രൂ ബോൾഡർ, പിന്നീട് അവൻ എന്തായി, ഹി ബിക്കം കറേജിയസ്, ബോൾഡർ മീൻസ് കറേജ്, ധൈര്യമുള്ളവനായി മാറി. ആൻഡ് ഫൈനലി അവസാനത്തിൽ ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, അത്രത്തോളം പരിചയം കാണിച്ചു. എന്തിനു പരിചയം കാണിച്ചു? ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ്, അവൻ ഭക്ഷണം എടുക്കാൻ തുടങ്ങി. എവിടെ നിന്ന്? ഫ്രം മൈ ഹാൻഡ്സ്, എൻ്റെ കൈകളിൽ വന്ന് പോലും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഭക്ഷണം എടുത്ത് പോകാൻ തുടങ്ങി. ബിഫോർ ലോങ്, അധികം വൈകാതെ, he was delving into my pockets. What do you mean by delving? Delving means search thoroughly and carefully. എന്താണ് അവൻ തിരയാൻ തുടങ്ങി, എവിടെ? in my pockets, and helping himself to whatever he could find. കീസിൽ എന്താണോ കാണുന്നത് അത് അവൻ തിരഞ്ഞു പിടിക്കാൻ തുടങ്ങി. ആദ്യം എന്നോട് ഒരല്പം ശത്രുതാ മനോഭാവത്തിൽ നിന്നിരുന്ന ആ സ്കിറൽ അധികം വൈകാതെ തന്നെ എന്നോട് വളരെയധികം അടുപ്പം കാണിക്കുകയും എൻ്റെ കൈകളിലേക്ക് വരികയും പിന്നീട് എൻ്റെ ദേഹത്ത് കയറി എൻ്റെ കീശയിലേക്ക് വരെ എത്തി നോക്കാനും തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്കിറിൽ, എന്താണ് വളരെ ചെറുപ്പമായിട്ടുള്ള വളരെ കുഞ്ഞായിട്ടുള്ള ഒരു അണ്ണാർക്കനായിരുന്നു അവന്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ഒരു പക്ഷേ അവൻ്റെ കൂട്ടുകാരും ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ എന്താണ് കുടുംബക്കാരുമൊക്കെ പ്രോബബിളി ഒരു പക്ഷേ ദേ തോട്ട് ഹിം, അവരെന്തായി കരുതിയിട്ടുണ്ടാവും അവനെക്കുറിച്ച്, ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്, അവനാളൊരു മണ്ടനാണ്, അവനാളൊരു പൊട്ടനാണെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം എന്താ? ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിച്ച് അയാളുടെ കൈകളിലും ദേഹത്തും ഒക്കെ കയറി നടക്കാൻ മാത്രം മണ്ടനായി പോയോ ഇവൻ എന്ന് ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. In the spring, spring means വസന്തകാലത്ത്, ശ്രദ്ധിക്കണം 4 സീസൺസ് ആണുള്ളത്, അതിലൊന്നാണ് ഇത് സ്പ്രിംഗ്, വസന്തകാലത്ത്. when the banyan tree was full of small red figs, അതായത് എല്ലാ ചെടികളിലും പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ഈ ആൽമരത്തിലും എന്ത് നിറയും? ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ വന്ന് നിറയും, റെഡ് ഫിക്സ് വരും. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള പക്ഷികളും ദേ വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, എന്ത് ചെയ്യും? അവിടെ വന്നിട്ട് ചേക്കേറും, ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ആരൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, താഴെ ചുവന്ന നിറത്തിലുള്ള ബുൾബുളും. അതെങ്ങനെയായിരിക്കും? ചിയർഫുൾ ആൻഡ് ഗ്രീഡി, പഴങ്ങളൊക്കെ കൊത്തിത്തരാനുള്ള ആർത്തിയോടുകൂടി, വെരി ചിയർഫുൾ, വളരെ സന്തോഷത്തോടുകൂടിയാണ് അവയൊക്കെ വരിക. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, മറ്റു തരം പക്ഷിയാണവ. അതുപോലെ പാരറ്റ്സ് ഉണ്ടാവും, ക്രൗസ് കാക്കയുണ്ടാവും. ഇവരെല്ലാം കൂടി സ്കാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, അവിടെ നിന്ന് കലബല കൂട്ടും. എന്താണ്? സ്കാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം ഡ്യൂറിങ് ദ ഫിഗ് സീസൺ. ആ പഴങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, ആ പ്രദേശത്തെ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള നോയ്സിയസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുന്ന ആരായിരിക്കും? ആ ആൽമരമായിരിക്കും. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, halfway up the tree I had built a small platform on which I would often spend the afternoons when it was not too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories and the novels of
Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. Halfway up the tree, ആ മരത്തിന് ഏതാണ്ടൊരു പകുതിയോളം ഉയരത്തിൽ, അത്രയൊന്നും മുകളിലല്ല, halfway up the tree, അവിടെ ഞാൻ എന്ത് ചെയ്തു? I had built a small platform, ഞാൻ അവിടെ ചെറിയ ഒരു ഏറുമാടം പോലെ ഒരെണ്ണം കെട്ടിവെച്ചു. On which, അവിടെ I would often spend, ഞാൻ ചിലവഴിക്കും. എങ്ങനെ ചിലവഴിക്കും? The afternoons, എൻ്റെ ഉച്ചയ്ക്കുള്ള ശേഷമുള്ള സമയങ്ങളിൽ, it was not too hot, വലിയ ചൂടൊന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് മെല്ലെ അങ്ങനെ ചിലവഴിക്കുക. എങ്ങനെ ചിലവഴിക്കുക? I could read there, വെറുതെ കിടക്കല്ല, എന്ത് ചെയ്യും? I could read there, ഞാൻ അവിടെ നിന്ന് വായിക്കും. എങ്ങനെയാണ് വായിക്കുന്നത്? propping myself up against the bole of the tree, ആ മരത്തിൻ്റെ തെറിച്ച് നിൽക്കുന്ന ഭാഗം, ഒരു മുഴച്ചു നിൽക്കുന്ന ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യും? വിത്ത് കുഷ്യൻസ്, അവിടേക്ക് തല ചാരി വയ്ക്കും. എങ്ങനെ? തലയണയൊക്കെ കൊണ്ടുവന്നിട്ട്. ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, ഞാനത് പുറത്തുനിന്ന് വീടിൻ്റെ പുറത്തെ മുറിയിൽ നിന്നുള്ള ഡ്രോയിങ് റൂം ഞാൻ എന്ത് ചെയ്യും? തലയണയൊക്കെ എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് ട്രഷർ ഐലൻഡ് പോലുള്ള, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ്, അതുപോലെ ലൂയിസ മേ ഓൾക്കോട്ടിൻ്റെ, ഇവരുടെ എല്ലാം ഈ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് മിക്സഡ് റീഡിങ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്ത് ചെയ്യും? വായിച്ച് അതെല്ലാം ആസ്വദിച്ച് അവിടെ എങ്ങനെ എൻ്റെ സമയം ചിലവഴിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ഇത്രയും എടുത്ത ഭാഗത്തു നിന്നും ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് രണ്ട് പുറത്തുമായിട്ട് ഏതാണ്ട് 5ഓളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന ചോദ്യങ്ങളെ 5 ചോദ്യങ്ങളെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകളും തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടിയായി അതിനുള്ള പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.